ജയകൃഷ്ണൻ വധക്കേസിലേതുപോലെ ഹൈക്കോടതി വിധിയിൽ വധശിക്ഷ ഉണ്ടായില്ലെങ്കിലും TP കേസിലെ വിധിയിൽ CPMന് ആശ്വസിക്കാൻ വകയില്ല. നിലവിലുള്ള പ്രതികളെ 16 വർഷം കഴിഞ്ഞ് മോചിപ്പിക്കാനാവില്ല എന്നതിന് പുറമെ 2 CPM നേതാക്കളെ പുതുതായി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് പാർട്ടിക്ക് തലവേദനയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുണ്ടായ വിധി CPMന് വൻ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും നടപ്പാക്കിയ വധമായിരുന്നു TPയുടേതെന്ന രാഷ്ട്രീയ ആരോപണം കൃത്യമായും ശരിവെക്കുന്ന വിധിയാണ് ഹൈക്കോടതിയുടേത്. സെഷൻസ് കോടതി വെറുതെ വിട്ട 2 CPM നേതാക്കളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതോടെ പാർട്ടിയുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ ചന്ദ്രശേഖരന്റെ പാർട്ടി ഇത് ആയുധമാക്കുകയാണ്. അന്ന് അധികാരത്തിലിരുന്ന കോൺഗ്രസ് നേതാക്കളാകട്ടെ വിധിയിൽ സന്തോഷവും പ്രകടിപ്പിക്കുന്നു. പല കേസുകളിലും പ്രതികളായിട്ടുള്ള അക്രമികളാണ് TP കേസിലെ ആദ്യ 7 പ്രതികൾ. ഇവർക്ക് 16 വർഷം കഴിഞ്ഞ് ശിക്ഷ ഇളവ് നേടി പുറത്തിറങ്ങാനാകാത്തത് പാർട്ടിക്ക് വേണ്ടി അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പാകും. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പാർട്ടിക്കൊലകളിൽ പ്രതികളെ രക്ഷിച്ചെടുക്കൽ പഴയതുപോലെ എളുപ്പമല്ല എന്ന ബോധ്യവും അണികൾക്കുണ്ടാകാൻ വിധി സഹായമാണ്. കൊലക്കേസിൽ പ്രതിയായി സെഷൻസ് കോടതി വിട്ടയച്ച P. മോഹനൻ അടക്കമുള്ള നേതാക്കൾ കോടതി വിധിയോട് പ്രതികരിച്ചില്ല. കേസിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് അവകാശപ്പെട്ട EP ജയരാജൻ പക്ഷേ പ്രതികളെ രക്ഷിക്കാൻ കേസിൽ അപ്പീൽ പോകുമെന്നും വ്യക്തമാക്കി. 2014 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു TP കേസിലെ സെഷൻസ് കോടതി വിധിയെങ്കിൽ മേൽക്കോടതി വിധിയും മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്താണ്. CPMനെ ഇത്ര കണ്ട് രാഷ്ട്രീയമായി പരിക്കുണ്ടാക്കിയ മറ്റൊരു കൊലക്കേസ് കേരളത്തിലുണ്ടായിട്ടില്ല. വടകര ലോക്സഭാ മണ്ഡലത്തിൽ TP കൊലക്ക് ശേഷം ഒരിക്കൽ പോലും CPMന് ജയിച്ച് കയറാനായിട്ടില്ല. ഇത്തവണയും തെരഞ്ഞെടുപ്പ് കാലത്തെ വിധി CPMന് അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൻസലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.